അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 20 വെള്ളിയാഴ്ച. സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട സർക്കാർ. സംസ്ഥാന പോലീസ് മേധാവി നൽകിയ ശുപാർശ അംഗീകരിച്ചുകൊണ്ടാണ് സർക്കാർ ഉത്തരവ്. അന്വേഷണ സംഘത്തെ ഇന്ന് തീരുമാനിക്കും. അനധികൃത സ്വത്ത് സമ്പാദനവും കെട്ടിട നിർമ്മാണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ADGPക്കെതിരായ വിജിലൻസ് അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നത്. സസ്പെൻഷനിൽ തുടരുന്ന മലപ്പുറം മുൻ SP സുജിത് ദാസിനെതിരെയും അന്വേഷണം ഉണ്ടാകും. ADGP MR അജിത് കുമാറിനെ മാറ്റാത്ത മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടിൽ അതൃപ്തി പരസ്യമാക്കി ഇന്നലെ CPI പരസ്യമായി രംഗത്തു വന്നിരുന്നു. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ വിശദീകരണം പോലും ഇല്ലെന്നിരിക്കെ ADGPയെ പുറത്താക്കണമെന്ന CPI മുഖപത്രമായ ജനയുഗത്തിൽ CPI നേതാവ് പ്രകാശ് ബാബു തുറന്നടിച്ചിരുന്നു. അരിയിൽ ഷുക്കൂർ വധക്കേസിൽ കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് CPM നേതാക്കളായ P ജയരാജനും TV രാജേഷും സമർപ്പിച്ച വിടുതൽ ഹർജി തള്ളിയ CBI കോടതി വിധി സ്വാഗതം ചെയ്യുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കൊലയാളികളും കൊലപാതകത്തിന് ഗൂഢാലോചന നടത്തിയവരും ഉൾപ്പെടെയുള്ള എല്ലാ ക്രിമിനലുകളും ശിക്ഷിക്കപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു. ഖാദി ബോർഡ് വൈസ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് P ജയരാജനെ പുറത്താക്കണമെന്ന് KPCC വൈസ് പ്രസിഡന്റ് ബൽറാം ആവശ്യപ്പെട്ടു. അരിയിൽ ഷുക്കൂർ എന്ന ചെറുപ്പക്കാരനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ നേരിടുന്ന ജയരാജന് ആ പദവിയിലിരിക്കാൻ അർഹതയില്ലെന്ന് ബൽറാം ഫേസ്ബുക്കിൽ കുറിച്ചു. നിപ രോഗബാധയുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഒരാളുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായതായി മന്ത്രി വീണ ജോർജ്. ഇതോടെ ആകെ 37 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഇന്നലെ ഉന്നതതല യോഗം ചേർന്ന സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇന്നലെ പുതുതായി 2 പേരെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ ഹൈറിസ്ക് വിഭാഗത്തിൽ ഉള്ളവരാണ്. മലപ്പുറത്ത് 7 പേർക്ക് നിപ രോഗലക്ഷണങ്ങളെന്ന് മന്ത്രി വീണ ജോർജ്. സമ്പർക്ക പട്ടികയിൽ 267 പേരാണ് ഉള്ളത്. ഇതിൽ 37 സാമ്പിളുകൾ നെഗറ്റീവാണ്. മറ്റുള്ള സാമ്പിളുകൾ ഉടൻ പരിശോധനയ്ക്ക് അയക്കും. നിപ ഇനി രണ്ടാമതൊരാൾക്കില്ലെന്ന് ഉറപ്പിക്കാനാണ് ജാഗ്രത പാലിക്കുന്നതെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനും മറ്റു 2 പേർക്കും വേണ്ടിയുള്ള തെരച്ചിൽ ഇന്ന് തുടങ്ങിയേക്കും. ഡ്രഡ്ജർ ഇന്ന് രാവിലെ 8 മണിയോടെ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് എത്തിക്കാമെന്നാണ് കണക്കുകൂട്ടൽ. ഈ ഡ്രഡ്ജർ നിശ്ചിത സ്ഥാനത്തുറപ്പിക്കാൻ 4-5 മണിക്കൂർ വേണ്ടിവരും. നാവികസേനയുടെ ഡൈവർമാരുടെ സംഘം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എത്തിയേക്കുമെന്നാണ് വിവരങ്ങൾ. കരുവന്നൂർ ബാങ്കിൽ നിന്നും ബന്ധുക്കളുടെ നിക്ഷേപം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് മാപ്രാണം സ്വദേശി ജോഷി ബാങ്കിന് മുന്നിൽ മേൽവസ്ത്രമൂരി പ്രതിഷേധിച്ചു. ബന്ധുക്കളുടെ പേരിലുള്ള മുഴുവൻ നിക്ഷേപ തുകയായ 60 ലക്ഷത്തോളം രൂപ ഒരുമിച്ച് നൽകാൻ സാധിക്കില്ലെന്ന് ബാങ്ക് നിലപാട് സ്വീകരിച്ചതോടെയാണ് ജോഷി ബാങ്കിന് മുന്നിൽ പ്രതിഷേധിച്ചത്. കഥാകൃത്തിന് നേരെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന കേസിൽ സംവിധായകൻ VK പ്രകാശിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടു. കൊല്ലം പള്ളിത്തോട്ടം പോലീസാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കേസിൽ ഹൈക്കോടതി VK പ്രകാശിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. തനിക്കെതിരെ നടി നൽകിയ പരാതിയിൽ പ്രതികരിച്ച് നടൻ ജയസൂര്യ. കേസ് കോടതിയിലായതിനാൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ കഴിയില്ലെന്നും അഭിഭാഷകൻ പറയുന്ന ദിവസം മാധ്യമങ്ങളെ കാണുമെന്നും എല്ലാം വഴിയെ മനസ്സിലാകുമെന്നും ജയസൂര്യ പറഞ്ഞു. കഴിഞ്ഞ 1 മാസമായി അമേരിക്കയിലായിരുന്ന ജയസൂര്യ തിരിച്ചെത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. കോഴിക്കോട് ചേവായൂർ സഹകരണ ബാങ്കിനെതിരെ സമരവുമായി കോൺഗ്രസ് പ്രവർത്തകർ. അനധികൃത നിയമനം ആരോപിച്ച് ബാങ്കിനെതിരെ സമരവുമായി മുന്നോട്ടു പോവുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ. കോൺഗ്രസ് ഭരണത്തിന് കീഴിലുള്ള ബാങ്കിനെ CPMന്റെ കയ്യിലെത്തിക്കാൻ നീക്കം നടത്തിയെന്നാണ് നിലവിലെ ഭരണസമിതിക്കെതിരായ ആരോപണം. ഈ ഓണം 100ാം ഓണം, സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. വൈദ്യുതി ബില്ല് മലയാളത്തിലാക്കണമെന്ന് റെഗുലേറ്ററി കമ്മീഷൻ അദാലത്തിൽ ആവശ്യമുയർന്നതിനെ തുടർന്ന് സംസ്ഥാനത്ത് ബില്ലുകൾ മലയാളത്തിൽ നൽകി തുടങ്ങി. ഇംഗ്ലീഷിലെ ബില്ലുകൾ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന പരാതിയെ തുടർന്നാണ് നടപടി. മീറ്റർ റീഡിംഗ് മെഷീനിൽ തന്നെ ഉപഭോക്താക്കൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് ബില്ല് മലയാളത്തിലോ ഇംഗ്ലീഷിലോ നൽകും.
മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഗുണഭോക്താക്കളുടെ KYC അപ്ഡേഷൻ ആരംഭിച്ചു. സെപ്റ്റംബർ 24 വരെ തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്കും 25 മുതൽ ഒക്ടോബർ 1 വരെ കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ എന്നീ ജില്ലക്കാർക്കും ഒക്ടോബർ 3 മുതൽ 8 വരെ പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിലുള്ളവർക്കും അപ്ഡേഷൻ നടത്താം. ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലെ തീപിടുത്തത്തിൽ മലയാളി യുവാവ് മരിച്ചു. കൊല്ലം പുനലൂർ സ്വദേശി സൂരജ് പണിക്കറാണ് മരിച്ചത്. മത്തിക്കരയിലെ MS രാമയ്യ മെഡിക്കൽ കോളേജിൽ ഉച്ചയോടെയാണ് തീപിടുത്തമുണ്ടായത്. തീപിടുത്തമുണ്ടായിടത്തു നിന്ന് മാറ്റി സൂരജിനെ രക്ഷപ്പെടുത്തുന്നതിൽ ആശുപത്രിക്ക് വീഴ്ചയുണ്ടായെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. ആലപ്പുഴയിലെ സുഭദ്ര കൊലപാതകത്തിൽ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. ഷർമിളയെയും മാത്യൂസിനെയും ഒറ്റയ്ക്കൊറ്റയ്ക്കെത്തിച്ചാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. വീടിന് പിറകുവശത്ത് അല്പം മാറി ചതുപ്പിൽ നിന്നും സുഭദ്ര ഉപയോഗിച്ച തലയണ പോലീസ് കണ്ടെത്തി. കൊലയ്ക്കിടെ രക്തം പുരണ്ടതിനാൽ തലയണ ഉപേക്ഷിച്ചുവെന്ന് പ്രതികൾ പോലീസിനോട് സമ്മതിച്ചു. കുടഞ്ഞു വീണ് മരിച്ച ഏണസ്റ്റ് ആൻഡ് യങ് ജീവനക്കാരി അന്ന സെബാസ്റ്റ്യന്റെ വീട്ടിൽ കമ്പനി അധികൃതരെത്തി. അമിത ജോലിഭാരം മൂലമാണ് അന്നയുടെ മരണമെന്ന ആരോപണം നിലനിൽക്കെയാണ് കമ്പനി അധികൃതർ അന്നയുടെ കൊച്ചിയിലെ വീട്ടിൽ എത്തിയത്. അന്വേഷണം ആവശ്യപ്പെട്ടെങ്കിലും കമ്പനി ഉറപ്പൊന്നും നൽകിയില്ലെന്നാണ് റിപ്പോർട്ടുകൾ. കൊൽക്കത്തയിലെ RG കർ മെഡിക്കൽ കോളേജിൽ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് പശ്ചിമ ബംഗാളിലെ ജൂനിയർ ഡോക്ടർമാർ കഴിഞ്ഞ 41 ദിവസമായി തുടരുന്ന പണിമുടക്ക് ഭാഗികമായി പിൻവലിച്ചു. ഡോക്ടർമാർ നാളെ മുതൽ അത്യാഹിത വിഭാഗങ്ങളിൽ തിരികെ ഡ്യൂട്ടിക്ക് കയറുമെന്ന് അറിയിച്ചു. അതേസമയം OP ബഹിഷ്കരണം തുടരുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇന്ന് കൊൽക്കത്തയിൽ റാലി നടത്തി ഇപ്പോഴത്തെ സമരം അവസാനിപ്പിക്കാനാണ് തീരുമാനം. സംസ്ഥാനത്തെ പ്രളയ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് കടുത്ത സമരത്തിൽ നിന്നും പിന്മാറുന്നതെന്ന് ഡോക്ടർമാരുടെ സമരത്തിന് നേതൃത്വം നൽകുന്നവർ അറിയിച്ചിട്ടുണ്ട്. RG കർ മെഡിക്കൽ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിന്റെ ഡോക്ടർ രജിസ്ട്രേഷൻ റദ്ദാക്കി. പശ്ചിമ ബംഗാൾ മെഡിക്കൽ കൌൺസിലിന്റേതാണ് നടപടി. ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടും സാമ്പത്തിക ക്രമക്കേടുകളിലും സന്ദീപ് ഘോഷിനെ CBI അറസ്റ്റ് ചെയ്ത ദിവസങ്ങൾക്കുള്ളിലാണ് കൌൺസിലിന്റെ നടപടി. തിരുപ്പതിയിൽ പ്രസാദമായി നൽകുന്ന ലഡു ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നെയ്യിൽ മൃഗക്കൊഴുപ്പെന്ന് റിപ്പോർട്ട്. നെയ്യിന് പകരം മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചുവെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത്. റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ YSR കോൺഗ്രസിനെതിരെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി N ചന്ദ്രബാബു നായിഡു രംഗത്തെത്തി. എടോ എങ്ങനെയുണ്ട്? ഓണത്തിന് ഇതാണോ എടുക്കുന്നേ? ഓണക്കോടി വരും. അതെ, 10ൽ ഒരാൾക്ക് ഈ സീരീസിൽ ഓണക്കോടി സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലും പുതുപുത്തൻ ബെൻസ് കാർ. രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ഒരു കാലത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ കല്ലെറിഞ്ഞിരുന്ന ജമ്മു കാശ്മീർ ജനതയുടെ കയ്യിൽ ഇപ്പോൾ പുസ്തകങ്ങളും പേനകളുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ടത്തിലെ റെക്കോർഡ് വോട്ടിംഗ് ശതമാനത്തെ പ്രശംസിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. 10 വർഷത്തിനിടെ ആദ്യമായി നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് പോളിംഗാണ് ജമ്മു കാശ്മീരിൽ രേഖപ്പെടുത്തിയത്. രാഹുൽ ഗാന്ധിക്കെതിരായ തീവ്രവാദി പരാമർശത്തിൽ കർണാടക PCC ഭാരവാഹികളുടെ പരാതി പ്രകാരം കേന്ദ്രമന്ത്രി റവനീത് സിംഗ് ബിട്ടുവിനെതിരെ കേസെടുത്തു. കലാപാഹ്വാനം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ബംഗളൂരു പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. രാഹുൽ 1ാം നമ്പർ തീവ്രവാദിയാണെന്നായിരുന്നു കേന്ദ്രമന്ത്രിയുടെ പരാമർശം. മോശമായ റോഡുകളുടെ പേരിൽ ഏജൻസികളെയും കരാറുകാരെയും രൂക്ഷമായി വിമർശിച്ച് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. മോശമായി പ്രവർത്തിക്കുന്നവരുടെ ബാങ്ക് ഗ്യാരണ്ടി കണ്ടുകെട്ടുമെന്നും പുതിയ ടെൻഡറുകൾക്ക് അപേക്ഷിക്കാൻ ഇവരെ അനുവദിക്കില്ലെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ജമ്മു കാശ്മീരിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഭീകര ഗ്രൂപ്പുകളിൽ നിന്നും ഇന്ത്യ വലിയ ഭീഷണിയാണ് നേരിടുന്നതെന്ന് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ റിപ്പോർട്ട്. ഇന്ത്യയിൽ കള്ളപ്പണം വെളുപ്പിക്കുന്നതിനുള്ള പ്രധാന സ്രോതസ്സുകൾ രാജ്യത്തിനുള്ളിൽ തന്നെയാണെന്നും നിയമവിരുദ്ധ പ്രവൃത്തികളിലൂടെയാണ് ഇത് സാധ്യമാകുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. റെയിൽപാളത്തിന് കുറുകെ വച്ച നിലയിൽ 6 മീറ്റർ നീളമുള്ള ഇരുമ്പുതൂൺ കണ്ടെത്തി. ഉത്തർപ്രദേശിലെ ബിലാസ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷനും ഉത്തരാഖണ്ഡിലെ രുദ്രപൂർ സിറ്റി റെയിൽവേ സ്റ്റേഷനും ഇടയിലാണ് പാളത്തിൽ ഇരുമ്പുതൂൺ കണ്ടെത്തിയത്. പാളത്തിൽ നിന്നും ഇരുമ്പുതൂൺ നീക്കം ചെയ്ത ശേഷമാണ് ട്രെയിൻ യാത്ര തുടർന്നതെന്നും റെയിൽവേ പ്രസ്താവനയിൽ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിൽ റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള തുടർ ചർച്ചകൾ നടക്കുമെന്ന് സ്ഥിരീകരിച്ച് വിദേശകാര്യ മന്ത്രാലയം. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി പ്രധാനമന്ത്രി ഇക്കാര്യം ചർച്ച ചെയ്യുമെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അറിയിച്ചു. സമവായത്തിന് ശ്രമിക്കുമെന്നും എന്ത് ഫലമുണ്ടാകുമെന്ന് ഇപ്പോൾ പറയാനാവില്ലെന്നും വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള ഉന്നതരെ വധിക്കാൻ ഇറാന്റെ പിന്തുണയോടെ ഗൂഢാലോചന നടത്തിയെന്ന് സംശയിക്കുന്ന ഇസ്രായേലി പൌരൻ അറസ്റ്റിൽ. തുർക്കിയുമായി ബന്ധമുള്ള വ്യവസായിയാണ് ഇസ്രായേലി സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തത്.
തങ്ങൾ വലിയ തിരിച്ചടി നേരിട്ടുവെന്നും പേജർ ആക്രമണത്തോടെ ഇസ്രായേൽ അവരുടെ സകല സീമകളും ലംഘിച്ചിരിക്കുന്നുവെന്നും ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രല്ല. എല്ലാ നിയമങ്ങൾക്കും ധാർമ്മികതയ്ക്കും അപ്പുറത്തേക്ക് ശത്രു കടന്നിരിക്കുന്നുവെന്നും ഇസ്രായേൽ നടപടി യുദ്ധപ്രഖ്യാപനമാണെന്നും നസ്രല്ല കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസങ്ങളിലെ സ്ഫോടന പരമ്പരയ്ക്ക് പിന്നാലെ ദക്ഷിണ ലെബനനിൽ ഇസ്രായേൽ ഇന്നലെ വ്യോമാക്രമണം നടത്തിയതായി റിപ്പോർട്ട്. ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രല്ല ടെലിവിഷനിലൂടെ അഭിസംബോധന നടത്തുന്നതിന് തൊട്ടുമുൻപായിരുന്നു ആക്രമണം ആരംഭിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. ബംഗ്ലാദേശിനെതിരായ 1-ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ഭേദപ്പെട്ട നിലയിൽ. 1-ാം ദിനം അവസാനിക്കുമ്പോൾ ഇന്ത്യ 6 വിക്കറ്റ് നഷ്ടത്തിൽ 339 റൺസ് എടുത്തിട്ടുണ്ട്. 144 റൺസ് എടുക്കുമ്പോഴേക്കും 6 വിക്കറ്റുകൾ നഷ്ടപ്പെട്ട ഇന്ത്യയെ കരകയറ്റിയത് പുറത്താകാതെ നിൽക്കുന്ന 102 റൺസ് എടുത്ത രവിചന്ദ്രൻ അശ്വിനും 86 റൺസ് എടുത്ത രവീന്ദ്ര ജഡേജയും ചേർന്നായിരുന്നു. മുൻനിരയിലെ ആദ്യ 4 വിക്കറ്റെടുത്ത ബംഗ്ലാദേശ് പേസർ ഹസൻ മഹ്മൂദാണ് ഇന്ത്യയെ സമ്മർദ്ദത്തിലാഴ്ത്തിയത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.